കണ്ണൂർ കോർപ്പറേഷൻ ഒരുക്കിയ ജോബ് ഫെയറിൽ 4000-ഓളം പേർക്ക് തൊഴിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷ. പങ്കെടുത്ത കമ്പനികൾ ഒരു മാസത്തിനകം ഷോർട്ട് ലിസ്റ്റ് പരിശോധിച്ച് നടപടി സ്വീകരിക്കാമെന്ന് അറിയിച്ചതായി മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. 500 പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്. നിയമനത്തിന്റെ തുടർ നടപടികളും കോർപ്പറേഷൻ നിരീക്ഷിക്കുമെന്നും മേയർ പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ജോബ് ഫെയർ ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയത് വലിയ പ്രതീക്ഷ. 9000-ഓളം പേർ പങ്കെടുത്ത ജോബ് ഫെയറിൽ വെച്ച് 500-ഓളം പേർക്ക് പോർട്ടൽ തന്നെ തൊഴിൽ ലഭിച്ചു. 400-ഓളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്തവരുടെ യോഗ്യത അനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി നിയമന നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്പനികൾ ഉറപ്പു നൽകിയതായി മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. ഏതാണ്ട് 12005 പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ഏകദേശം 9500-ഓളം പേര് നമ്മുടെ ജോബ് ഫെയറിന് വന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതാണ്ട് 4000-ഓളം ആകെ എല്ലാ കമ്പനികളും കൂടി, കാരണം 75 കമ്പനികളായിരുന്നു വന്നിരുന്നത്. അതിൽ 20 കമ്പനികൾ വിദേശത്തുള്ള കമ്പനികളും ഗ്ലോബലായി പിന്നെ വിവിധ രാജ്യങ്ങളിലൊക്കെ കോർപ്പറേറ്റ് ഓഫീസുകളൊക്കെയുള്ള കമ്പനികൾ 20ഓളം കമ്പനികളും, അതുപോലെ മറ്റ് നമ്മുടെ സ്വദേശത്തുള്ള 50ഓളം കമ്പനികളുമാണ് ജോബ് ഫെയറിൽ പങ്കെടുത്തിട്ടുള്ളത്. എല്ലാ കമ്പനികളും കൂടി 4000-ഓളം ഉദ്യോഗാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 500-ഓളം ആളുകൾക്ക് നേരിട്ട് തൊഴിലവസരം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് റീറ്റെയിൽ മേഖലയിലാണ് കൂടുതൽ ആളുകൾക്കും അവസരം ലഭിച്ചത്, നേരിട്ട് അവസരം ലഭിച്ചിട്ടുള്ളത്. സ്വദേശത്തും വിദേശത്തുമുള്ള 75ഓളം കമ്പനികളാണ് കോർപ്പറേഷൻ ഒരുക്കിയ ജോബ് ഫെയറിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് ഒരു തദ്ദേശ ഭരണ സ്ഥാപനം ഒരുക്കിയ ഏറ്റവും വലിയ ജോബ് ഫെയറാണ് കണ്ണൂരിൽ നടന്നത്. അടുത്ത ദിവസങ്ങളിൽ ഫൈനൽ സ്ക്രീനിങ്ങിന് ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക തൊഴിൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയായ ഒഡെപെക്, ജില്ലാ വ്യവസായ കേന്ദ്രം, സീഡിറ്റ്, NULM തുടങ്ങിയ സ്ഥാപനങ്ങളും ജോബ് ഫെയറിൽ പങ്കെടുത്തിരുന്നു. വിദ്യാഭ്യാസം, റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി, ഹെൽത്ത് കെയർ, ടെക്നോളജി, ഓട്ടോമൊബൈൽ, ടൂറിസം, ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ തുടങ്ങി 30-ലേറെ മേഖലകളിലായാണ് തൊഴിൽ അവസരങ്ങളുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിലും കോർപ്പറേഷന്റെ മോണിറ്ററിംഗ് ഉണ്ടാകുമെന്നും മേയർ ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.